ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3 രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 3 ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ തൻ്റെ രോഗക്ലേശത്തിൻ്റെ ദുഃഖം ഗുരുവായൂരപ്പനോട് പറയുകയാണ്. ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഗതക്ലിഷ്ടം, ഗതം രോഗം, ക്ലിഷ്ടം ക്ലേശം. ഗതക്ലിഷ്ടം രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട്. തവ ചരണസേവാരസഭരേ, തവ അങ്ങയുടെ ചരണം പാദങ്ങൾ, തവ ചരണം അങ്ങയുടെ പാദങ്ങളെ, സേവാരസഭരേ പാദസേവ ചെയ്യുന്നതിലെ ആനന്ദരസം നിറഞ്ഞ അനുഭവം. തവ ചരണ സേവാരസഭരേ എന്നാൽ അങ്ങയുടെ പാദങ്ങളെ സേവ ചെയ്യുന്നതിലുള്ള ആനന്ദരസം നിറഞ്ഞ അനുഭവം. അഭി അനാസക്തം, അഭി അതുകൂടി അനാസക്തമായി തീർന്നിരിക്കുന്നു, താല്പര്യമില്ലാതായിരിക്കുന്നു, ആസക്തി ഇല്ലാതായിരിക്കുന്നു. ചിത്തം എൻ്റെ മനസ്സിന്. ഭവതി അങ്ങനെ ഭവിക്കുന്നു, അങ്ങനെ ആനന്ദമില്ലാതെയായി ഭവിക്കുന്നു. ബദ കഷ്ടം വിഷ്ണോ ഭഗവാനെ. കുരുദയാം ദയയെ ചെയ്താലും, കുരു എന്നാൽ ചെയ്താലും, കുരുദയാം ദയ ചെയ്താലും ഭഗവാനെ. രോഗം കൊണ്ടുള്ള വേദനയും കഷ്ടപ്പാടും കാരണം അങ്ങയുടെ പാദസേവ ചെയ്യുന്നതിലുള്ള ആനന്ദരസാനുഭൂതിയിൽ പോലും എൻ്റെ മനസ്സിന് താല്പര്യമില്ലാതായിരിക്കുന്നു അല്ലയോ കൃഷ്ണ ഭഗവാനെ, എന്നോട് കരുണ ചെയ്താലും എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഭവത്പാദാംബോജസ്മരണരസികോ എന്നാൽ ഭവത് അങ്ങയുടെ പാദാംബോജം, പാദമാകുന്ന അംബോജം, പാദമാകുന്ന താമര. അംബോജം എന്നാൽ അംബസ്സിൽ നിന്ന് ഉണ്ടായത്, അതായത് ജലത്തിൽ നിന്നുണ്ടായത് താമര. ഭവത് പാദാംബോജം അങ്ങയുടെ പാദമാകുന്ന താമരയിൽ സ്മരണരസികോ, സ്മരണരസിക, സ്മരണ ചിന്ത, സ്മരണരസിക എന്നാൽ ആ ചിന്തകളിൽ രസിച്ചുകൊണ്ട്, നാമനിവഹാൻ അങ്ങയുടെ നാമക്കൂട്ടങ്ങളെ, അങ്ങയുടെ അനേകായിരം നാമങ്ങളെ, അഹം ഞാൻ, ഗായം ഗായം പാടിപ്പാടി, കുഹചന എവിടെയെങ്കിലും, വിവത്സ്യാമി വസിച്ചോളാം, പോയിരുന്നോളാം, വിജനെ വിജനതയിൽ ഏകാന്തതയിൽ ആരുമില്ലാത്തടത്ത് അങ്ങയുടെ പാദാംബോജ സ്മരണയിൽ രസിച്ചുകൊണ്ട്, അങ്ങയുടെ അനേകായിരം നാമങ്ങളെയും ജപിച്ചുകൊണ്ട് പാടിപ്പാടി ഞാൻ എവിടെയെങ്കിലും വിജനത്തിൽ പോയിരുന്നു കൊള്ളാം എന്നാണ് രണ്ടാമത്തെ 2 വരികളിലെ അർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം പറയാം. ഹേ കാരുണ്യവാരിസേ ഗുരുവായൂരപ്പ, വിഷ്ണു രോഗക്ലേശങ്ങളാൽ വളരെയധികം വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ പാദസേവാരസം അനുഭവിക്കാൻ പോലും ആസക്തിയില്ലാത്തതായി തീർന്നിരിക്കുന്നു. കഷ്ടം കഷ്ടം, എന്നോടൊരൽപ്പം ദയ കാണിക്കണേ, കരുണ കാണിക്കണേ ഭഗവാനെ. അങ്ങയുടെ പാദാംബുജങ്ങളെ ചിന്തിച്ചുകൊണ്ട്, അങ്ങയുടെ നാമങ്ങൾ പാടിപ്പാടി, അങ്ങയുടെ ഗുണങ്ങളെ പ്രകീർത്തിച്ച് ഏതെങ്കിലും വിജനമായ ഒരിടത്ത് പോയി ഞാൻ ഏകനായി വസിച്ചു കൊള്ളാം ഭഗവാനെ. എന്നാൽ പോലും ഗുരുവായൂരപ്പനിലുള്ള എൻ്റെ ഭക്തിയിൽ ഒട്ടും വിളക്കമുണ്ടാവില്ല കൃഷ്ണ. എൻ്റെ രോഗം ഒന്ന് ശമിപ്പിച്ചു തരണേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്.
ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.